എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. സൂപ്പർ കപ്പിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഗോൾ ഫെസ്റ്റ്. ഇന്നലെ നടന്ന ക്വാർട്ടർ പോരാട്ടത്തിൽ FC ഗോവയും ജംഷഡ്പൂരും ഏറ്റുമുട്ടിയപ്പോൾ 7 ഗോളുകളാണ് പിറന്നത്. 3-നെതിരെ 4 ഗോളുകൾക്കാണ് FC ഗോവ വിജയിച്ച് സെമിയിലേക്ക് കടന്നത്. അവസാന 10 മിനിറ്റുകളോളം 10 പേരുമായി കളിച്ചാണ് FC ഗോവ വിജയിച്ചത്. കളിയിൽ സ്കോർ 4-3 എന്നാണെങ്കിലും FC ഗോവയുടെ ആധിപത്യമാണ് തുടക്കം മുതലേ കണ്ടത്. 23-ാം മിനിറ്റിൽ എഡു ബേഡിയയിലൂടെ FC ഗോവ ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കും മുൻപ് മൊർഗാഡോ സംഭാവന ചെയ്ത സെൽഫ് ഗോളിലൂടെ ഗോവ 2 ഗോളിന് മുന്നിലെത്തുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ 64-ാം മിനിറ്റിൽ സെറിട്ടനിലൂടെ 3-ാം ഗോളും FC ഗോവ സ്വന്തമാക്കി. അതിനുശേഷം മാത്രമാണ് ജംഷഡ്പൂർ മികച്ച കളി പുറത്തെടുക്കാൻ തുടങ്ങിയത്. 69-ാം മിനിറ്റിൽ മൊർഗാഡോയിലൂടെ 1 ഗോൾ മടക്കി ജംഷഡ്പൂർ പ്രതീക്ഷ തിരികെ കൊണ്ടുവന്നു. എന്നാൽ 4 മിനിറ്റുകൾക്കകം ഒരു പെനാൽറ്റി വലയിലെത്തിച്ച് കോറോ സ്കോർ 4-1 എന്ന നിലയിലാക്കി. സിഡോഞ്ഞയും കാലോയും നേടിയ ഗോളുകളോടെ 4-3 എന്ന നിലയിലേക്ക് കളിയെത്തിയതോടെ മത്സരത്തിന്റെ അവസാനം ആവേശകരമായി. 82-ാം മിനിറ്റിൽ എഡു ബേഡിയ ചുവപ്പ് കാർഡ് കണ്ടതോടെ ഗോവ 10 പേരായി ചുരുങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ സെമിയിലേക്ക് കടക്കാനുള്ള ഡിഫൻസീവ് അവസാനം പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഗോവയ്ക്ക് രക്ഷയായി. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.